ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ആ വിനീതമായ സ്തുതികൾ കേട്ട് ഗോലോകനാഥനായ ശ്രീകൃഷ്ണൻ പ്രീതനായി. ഭഗവാന്റെ ഐശ്വര്യരൂപമായ വിഷ്ണുവിന് പ്രപഞ്ച പാലനത്തിനായി നൽകുന്ന സ്ഥാനത്തെയും നിർദ്ദേശങ്ങളെയും കുറിച്ച് 45-ാം ശ്ലോകത്തിൽ സൂതപൗരാണികൻ വിവരിക്കുന്നു. 45-ാം ശ്ലോകം വൈകുണ്ഠപ്രാപ്തി. ഭഗവാൻ വിഷ്ണുവിന് തൻ്റെ വാസസ്ഥാനവും അധികാരവും നൽകുന്ന ഭാഗമാണിത്. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. കൃഷ്ണസ്തം ച സമാഭാഷ്യ ദദൗ സ്ഥാനമനുത്തമം സ്വസാമ്യം ച സുഖം ശാന്തം വൈകുണ്ഠം ച നിരാകുലം. പദാനുപദ അർത്ഥം: കൃഷ്ണ ശ്രീകൃഷ്ണൻ, തം അദ്ദേഹത്തോട്, ഇവിടെ വിഷ്ണുവിനോട്, സമാഭാഷ്യ നന്നായി സംസാരിച്ചിട്ട്, അതായത് അനുഗ്രഹപൂർവം സംബോധന ചെയ്തിട്ട്, ദദൗ നൽകി, സ്ഥാനം വാസസ്ഥാനം പദവി, അനുത്തമം അതിശ്രേഷ്ഠമായത്, സ്വസാമ്യം തനിക്ക് തുല്യമായത്, തൻ്റെ സമാനമായ ഐശ്വര്യം, സുഖം സുഖപ്രദമായത്, ശാന്തം ശാന്തമായത്, വൈകുണ്ഠം വൈകുണ്ഠം എന്ന ലോകത്തെ, നിരാകുലം വ്യാകുലതകളില്ലാത്തത്. ഈ ശ്ലോകത്തിൻ്റെ സാരം: ശ്രീകൃഷ്ണൻ ആ ചതുർഭുജ രൂപനോട് അനുഗ്രഹപൂർവം സംസാരിക്കുകയും അദ്ദേഹത്തിന് തനിക്ക് തുല്യമായ ഐശ്വര്യം നൽകുകയും ചെയ്തു. അതീവ ശ്രേഷ്ഠവും ശാന്തവും സുഖപ്രദവും യാതൊരുവിധ ആകുലതകളുമില്ലാത്തതുമായ വൈകുണ്ഠം എന്ന ധാമം അദ്ദേഹത്തിൻ്റെ വാസസ്ഥാനമായി ഭഗവാൻ നൽകി. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം വൈകുണ്ഠത്തിൻ്റെ വൈശിഷ്ട്യത്തെയും വിഷ്ണുവിൻ്റെ പദവിയെയും വ്യക്തമാക്കുന്നു. പദവി വിഭജനം. ഗോലോകം ഭഗവാന്റെ ലീലകൾക്കുള്ള ഇടമാണെങ്കിൽ വൈകുണ്ഠം പ്രപഞ്ചത്തിൻ്റെ ഭരണത്തിനും അഡ്മിനിസ്ട്രേഷൻ, ഭക്തന്മാരുടെ പരിപാലനത്തിനുമുള്ള കേന്ദ്രമാണ്. ഭഗവാൻ വിഷ്ണുവിനെ അവിടുത്തെ അധിപനായി വാഴിച്ചു. സ്വസാമ്യം, ഇക്വാലിറ്റി. കൃഷ്ണനും വിഷ്ണുവും തമ്മിൽ ചൈതന്യത്തിൽ വ്യത്യാസമില്ല. രൂപത്തിലും ഭാവത്തിലും വ്യത്യാസമുണ്ടെങ്കിലും ഐശ്വര്യത്തിൽ അവർ തുല്യരാണ്. ഇത് പരമാത്മാവിൻ്റെ അവിഭാജ്യമായ ശക്തിയെ സൂചിപ്പിക്കുന്നു. ശാന്തം, നിരാകുലം. ലൗകിക ലോകം എപ്പോഴും തിരക്കും വേവലാതികളും ആൻസൈറ്റി നിറഞ്ഞതാണ്. എന്നാൽ ഭഗവത് സന്നിധി എപ്പോഴും ശാന്തമാണ്. അവിടേക്ക് എത്തുന്ന ആത്മാവിനും ആ ശാന്തി ലഭിക്കുന്നു. ഗുരുനാഥൻ്റെ ഉപദേശം: വത്സ, ഭഗവാൻ വിഷ്ണുവിന് വൈകുണ്ഠം നൽകിയത് തൻ്റെ ധർമ്മം നിർവഹിക്കാനാണ്. അതുപോലെ നമുക്ക് ലഭിക്കുന്ന ഓരോ സ്ഥാനവും സൗകര്യവും ഈശ്വരൻ നമുക്ക് നൽകുന്നത് നമ്മുടെ കടമകൾ ഭംഗിയായി ചെയ്യാനാണ് എന്ന് നീ ഓർക്കുക. നിന്റെ മനസ്സിനെ വൈകുണ്ഠം പോലെ ശാന്തമായി, അതായത് നിരാകുലമായി സൂക്ഷിച്ചാൽ അവിടെയും ഭഗവാൻ കുടികൊള്ളും. മഹാവിഷ്ണു വൈകുണ്ഠാധിപതിയായി അഭിഷേകം ചെയ്യപ്പെട്ടു. ഇനി 46-ാം ശ്ലോകത്തിൽ ഭഗവാന്റെ വാമഭാഗത്തു നിന്ന്, അതായത് ഇടതുവശത്തു നിന്ന് ആരുടെ ഉൽപ്പത്തിയാണ് ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.